ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചെടുക്കുകയാണ്. വേറൊന്നുമല്ല, ഞാനിന്ന് വീട്ടിലോട്ട് പോകും. ഞാൻ കിച്ചൂസിന്ന് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എനിക്കൊന്ന് വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 4 ദിവസത്തിനകത്തേ ആയിട്ടുള്ളൂ. വീണ്ടും വീട്ടിൽ പോവുകയാണേ. എന്താണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് വലിയ കുറവൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പഴയ ഒരു 5 ഡോക്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, 5 ഡോക്ടറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഡോക്ടർ നാളെ, അതായത് വെള്ളിയാഴ്ച ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ വീടിന് വെളിയിലിറങ്ങിയ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. ഇവിടെയും വെട്ടം എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉള്ളിൽ വലിയ ക്ലിയർ ഇല്ല, അതുകൊണ്ട് വെളിയിൽ വന്ന് എടുക്കുകയാണ്. അപ്പം ഡോക്ടറിനെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ നാളെ ഉണ്ട്. എന്നാലും ഞാൻ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ചാച്ചനെ ഇന്ന് വിളിക്കാൻ വരും. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസും കൂടി പറയാമെന്ന് വെച്ചിട്ടൊരു വ്ളോഗ് എടുക്കുകയാണ്. നിങ്ങളെ ഞാനൊരു കാര്യം കാണിച്ചില്ല. എനിക്കൊരു പുതിയ വണ്ടി വാങ്ങിച്ചു കേട്ടോ, ഡിയോ 125. കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ വണ്ടി, കണ്ട, ഇതാണ് എൻ്റെ വണ്ടി, ഡിയോ 125. അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല, ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ഒന്ന് കാണിക്കണമെന്ന് തോന്നി അങ്ങനെ കാണിച്ചതാണ്. ഡിയോ 125 ആണ് വണ്ടി. കൊട്ടാരക്കര ഷോറൂമിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ അതിന് മുമ്പെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇനി കിച്ചൂസിനെ വിളിക്കാൻ പോകണം സ്കൂളിൽ. കിച്ചൂസ് വന്ന് കഴിയുമ്പോഴത്തേക്ക് ചാച്ചൻ വരും. അപ്പോഴത്തേക്ക് വീട്ടിലോട്ട് പോകും. ഓക്കെ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിനെ പറ്റിയെല്ലാം കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു വെക്കണം. കൊട്ടാരക്കര അടൂർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് കുറവുണ്ടായിരുന്നു. ഞാൻ 3ാമത് തവണയും പോയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ 3ാമത് ഞാൻ പോയിട്ട് എനിക്കത്ര ഫീലായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി ഡോക്ടറുടെ ഡോസ് കുറച്ചതാണോ, അല്ലല്ല, ഞാൻ 3ാമത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഡോസ് കുറച്ചിട്ടാണോ അല്ലയോ ഒന്നും എനിക്കറിയാൻ മേല. പക്ഷേ എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. അന്നേരം ഞാൻ ഇങ്ങനെ എൻ്റെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിക്കുന്ന വീട്ടിലോട്ടാണ്. എന്നിട്ടേ സത്യം പറഞ്ഞാൽ നബിച്ചാനോട് പോലും പറയാറുള്ളൂ. കൂടുതൽ ഞാൻ പറയുന്നത് സ്നേഹയോടാണ്. അന്നേരം പിന്നെ ഞാൻ എന്നിട്ട് മമ്മിയോട് പറയാറുള്ളൂ. സ്നേഹയോടെ കൂടുതലും പറയുന്നത്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫീലിങ്സ് എന്താണെന്ന്. അന്നേരം ഞാൻ ഇതേപോലെ അവളെയും വിളിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാമോ. ഇപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി എങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും കൂടി കാണിച്ച് നോക്കാം. അപ്പം ഞാനും വിചാരിച്ചത് നമുക്ക് 5 ഡോക്ടറിനെ കാണിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് 5 ഡോക്ടറിനെ നെടുമങ്ങാട് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അന്നേരം ഞാൻ വീണ്ടും പുനലൂർ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഡോക്ടറിനെ ഇതേപോലെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പഴയതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് ഇപ്പോൾ വീണ്ടും നോക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്പരും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്തു. എന്തായാലും അങ്ങനെ കിട്ടി. മറ്റേ ഡോക്ടർ കൊള്ളത്തില്ല, നല്ല കേട്ടോ, നല്ല ഡോക്ടർ തന്നെയാണ്. പക്ഷേ എന്തോ എനിക്ക് എനിക്കെന്തോ അന്നും ആ ഡോക്ടറിനെ കാണാൻ പോയപ്പോഴും 5 ഡോക്ടറിനെയും കൂടി കണ്ടൊരു ഒപ്പീനിയൻ എടുക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറയുന്നില്ല. എനിക്ക് നെഞ്ചാണെങ്കിൽ വിലങ്ങി പിടിച്ച് തന്നെ ഇരിക്കുക. പക്ഷേ ഇന്ന് അപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ ആ ഡോക്ടറിൻ്റെ മെഡിസിനും എടുക്കുന്നില്ല. കാരണം എടുത്തിട്ടും എനിക്ക് അത്ര മെച്ചമായിട്ട് തോന്നിയില്ല. ഇപ്പം ലാസ്റ്റ് പോയപ്പോൾ എടുത്ത മെഡിസിൻ. അങ്ങനെ ഫൈനലി ഞാനിന്ന് രാവിലെ 5 ഡോക്ടർ എനിക്ക് പണ്ട് തന്ന ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു കേട്ടോ. എൻ്റെ ദൈവമേ, പറയാതിരിക്കാൻ വയ്യ. അത് കഴിക്കുന്നത് നല്ലതാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ ടാബ്ലറ്റ് കഴിച്ചപ്പോൾ എൻ്റെ സകല സൊക്കേടും മാറി. അതായത് നെഞ്ചിൻ്റെ വിലങ്ങി പിടുത്തവും അല്ലെങ്കിൽ എല്ലാം മാറി. ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, മെൻ്റലി ഓക്കെയാണ്, ഫിസിക്കലി ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ് ഇപ്പോൾ ഞാൻ. അന്നേരം അത് വെച്ചിട്ട് ഞാൻ ആ ഡോക്ടറിനെ കാണാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഡോക്ടറിനെ കാണും, നാളെ പോകും, ബുക്ക് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവേ. റെഡി ആയിട്ടുണ്ട്. കിച്ചൂസ് എപ്പം നമ്മൾ വീട്ടിൽ പോയാലും താഴത്തെ വീട്ടിലൊക്കെ പോയി പറയുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇല്ല, നമ്മൾ വീട്ടിൽ പോവുകയാണ്. അതവൻ്റെ ഒരു സന്തോഷം കൊണ്ട് താഴത്തെ 2 വീടുകളിൽ പോയി പറയും. സോ അങ്കിൾ വന്നിട്ടുണ്ട്, അതിൻ്റെ സന്തോഷ പ്രകടനമാണ് കാണുന്നത്. അപ്പോൾ ആ വണ്ടി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത്. ചാവിയുണ്ട് കൊടുക്കുക.
അതങ്ങ് ഉള്ളിൽ കയറ്റി. നമ്മൾ പോകുന്ന വഴിയാണ്. ഇവിടെ എല്ലാം പാടങ്ങളൊക്കെ കണ്ട് കിട്ടാൻ വലിയ പാടാണ്. പക്ഷെ ഇവിടെ റോഡൊക്കെ നല്ല അടിപൊളിയാണ്. അതെ, ഇത് പേടിച്ചില്ലേ? നമ്മൾ നേരെ അവിടുന്ന് വരുന്ന വഴിക്ക് അടുത്തൊരു തട്ടുകട ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ തട്ടുകടയിൽ കയറിയിട്ട് നമുക്ക് തട്ടുകട കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു വീക്ക്നെസ് ആണല്ലോ. തട്ടുകടയിൽ കയറി നമ്മൾ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് പൊരിപ്പൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പൊരിപ്പെന്ന് പറഞ്ഞാൽ വടയുണ്ടായിരുന്നു, ഉള്ളിവടയുണ്ട്, വെട്ട് കേക്ക് ഉണ്ടായിരുന്നു, ബജി, മോദകം, ബോണ്ട, പിന്നെ അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ അതിനകത്തുനിന്ന് 1-2 ഐറ്റംസൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ നിന്ന് വിടുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഇനിയും കുറച്ചും കൂടി ദൂരം പോകാനുണ്ട്. ഇപ്പോൾ തന്നെ ടയേർഡായി. നമ്മൾ സാധാരണ ഒരു ബൈക്കിൽ വരുന്നത് പോലല്ല കേട്ടോ, നമ്മുടെ ഈ ഒരു സ്കൂട്ടറിനകത്ത് വരുമ്പോൾ നല്ല ടയേർഡ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൂസിനെ വിളിച്ചിട്ട് വരാം. ഹായ് അപ്പൂസ്. ഹായ് അപ്പൂസ്. ഇപ്പോഴാണോ മനസ്സിലായേ? ഞങ്ങൾ വരുന്ന വഴിയാ. ഇന്ന് അപ്പൂസിൻ്റെ ടീച്ചറില്ലേ? ടീച്ചർ വന്നില്ലേ? വാവ്. പാം എവിടാ? ഇന്ന് ഒങ്ങിയില്ലയോ? അതെന്താ എന്താ ഒങ്ങാഞ്ഞേ? നമ്മൾ വീട്ടിലെത്തി ഫൈനലി. ടയേർഡായി. പിറ്റേസിനെ പാരോളയിലാക്കി. അങ്ങനെ പാരോളയിലൊക്കെ ആക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നു. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിട്ടുണ്ട്. ചാച്ചനൊക്കെ കിളി പോയിരിക്കുകയാണ്, നല്ല ടയേർഡായി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതും ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.